ഹായ് എവ്രി വൺ, വെൽക്കം ടു സനൂസ് ബയോടെക് അക്കാഡമിയ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ നിന്ന് റിലീസ് ആവുന്ന ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ആ ഓക്സിജനൊക്കെ റെസ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് മീനിങ് നോക്കുകയാണെങ്കിൽ, ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ്, സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് സിന്തസിസ് നടത്തുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുക, അതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഫോട്ടോ എന്ന് വന്നപ്പോൾ അവിടെ ലൈറ്റ് എന്ന് വന്നു. അപ്പോൾ ആ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റിന്റെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ലൈറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റ് എനർജി എന്ന് പറയുന്നത് സൺലൈറ്റിൽ നിന്നുള്ള എനർജിയാണ്. അപ്പോൾ സൺലൈറ്റിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് ഗ്ലൂക്കോസും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് ഒരു എക്സാമ്പിൾ ആണല്ലോ ഗ്ലൂക്കോസും കൂടെ ഓക്സിജനും റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് 6CO2 പ്ലസ് 6H2O ഗീവ്സ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് പ്ലസ് 6O2. ഈ ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്. ഇനി പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മീസോഫിൽ സെൽസിലാണ്. ലീവ്സിലെ മോസ്റ്റ് ആക്റ്റീവ് ഫോട്ടോസിന്തറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് മീസോഫിൽ ആണ്. ഇനി നമ്മൾ മീസോഫിൽ സെൽസിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ഒരു ലീഫിന്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഔട്ടർ ആയിട്ടൊരു അപ്പർ എപ്പിഡെർമിസ് ഉണ്ട്, ക്യൂട്ടിക്കിൾ. ദെൻ അപ്പർ എപ്പിഡെർമിസ് ആണ് ഈ കാണുന്നത്. ദെൻ അതുപോലെ തന്നെ താഴെ ലോവർ എപ്പിഡെർമിസ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ അപ്പർ എപ്പിഡെർമിസ് ആൻഡ് ലോവർ എപ്പിഡെർമിസ് ഉള്ള ഈ ഒരു ഏരിയ ആണ് മീസോഫിൽ സെൽസ് ഉള്ളത്. ഈ ഒരു മീസോഫിൽ ടിഷ്യൂസിലാണ് ക്ലോറോപ്ലാസ്റ്റ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് അവിടെ ക്ലോറോഫില്ലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലോറോഫിലിന്റെ എബിലിറ്റി എന്താ? ലൈറ്റിനെ അബ്സോർബ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് ക്ലോറോഫിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്ലോറോഫിൽ ലൈറ്റ് അബ്സോർബിങ് പിഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നടക്കുന്നത് മീസോഫിലാണ്. ഇനി നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഡൈ ഓക്സൈഡിനെ കൺവേർട്ട് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റാണ് ചെയ്തിരിക്കുന്നത് ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവിടെ H2O അല്ലെങ്കിൽ വാട്ടർ ആണ് ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ കൺവേർട്ട് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റി ദെൻ പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഈ കാർബോഹൈഡ്രേറ്റിനെ ഒരു സെല്ലുലാർ ആക്ടിവിറ്റീസ്, അവരുടെ സെല്ലുലാർ ആക്ടിവിറ്റീസ് എല്ലാത്തിനും വേണ്ടി തന്നെ യൂസ് ചെയ്യും. ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഈ ഒരു ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാർ എനർജി യൂസ് ചെയ്തുകൊണ്ട് വാട്ടറിനെ ഓക്സിഡൈസ് ചെയ്ത് ഓക്സിജൻ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ സോളാർ എനർജി യൂസ് ചെയ്തുകൊണ്ട് വാട്ടറിനെ ഓക്സിഡൈസ് ചെയ്ത് ഓക്സിജൻ ആക്കി മാറ്റി, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റി. ഈ ഒരു റിയാക്ഷനാണ് ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്. ഇനി ഈ ഒരു ഫോട്ടോസിന്തസിസ് നടക്കുന്നത് 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അതിൽ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷൻ, അടുത്തതാണ് ഡാർക്ക് റിയാക്ഷൻ. ഈ 2 റിയാക്ഷൻ വഴിയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് റിയാക്ഷനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ലൈറ്റ് റിയാക്ഷൻ ഓർ തൈലക്കോൽ റിയാക്ഷൻ. ഇനി അതുപോലെ തന്നെ ഡാർക്ക് റിയാക്ഷൻ ഓർ കാൽവിൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റേജസ് വഴിയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഒരു ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ തൈലക്കോഡ് റിയാക്ഷൻ നടക്കുന്നത്
തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് സ്ട്രോമയിലാണ്. ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ മെയിൻലി 3 മെംബ്രെയിൻ ആണ് നമ്മൾ പറയുന്നത്. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ദെൻ തൈലക്കോയിഡ് മെംബ്രെയിൻ. അപ്പോൾ ഇതിൽ കോയിൻസ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. അതിൽ ഓരോ കോയിൻസാണ് തൈലക്കോയിഡ്സ്. ദെൻ ആ തൈലക്കോയിഡ്സിന്റെ മെംബ്രെയിൻ ആണ് തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ ആയിട്ടൊരു ഔട്ടർ എൻവലപ്പ് ഉണ്ട്, ദെൻ ഇന്നർ എൻവലപ്പ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ഔട്ടർ ആൻഡ് ഇന്നർ എൻവലപ്പ് ഒരു ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്. ദെൻ വരുന്നത് ഗ്രാന, ദെൻ തൈലക്കോയിഡ് മെംബ്രെയിൻ. ഇനി അതുപോലെ സ്ട്രോമ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണാം. സ്ട്രോമയാണ് ഗ്രാന തമ്മിൽ ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു സ്ട്രക്ചർ വരുന്നത്. അതായത് കോയിൻസ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തൈലക്കോയിഡ്സ് വെച്ചിട്ടുണ്ട്. ആ ഒരു കോയിൻസിന്റെ സ്റ്റാക്കിനാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. ആ ഗ്രാനയിലുള്ള തൈലക്കോയിഡ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ പോലെയാണ് സ്ട്രോമ വന്നിരിക്കുന്നത്. ദെൻ ആ സ്ട്രോമയിലാണ് കാർബൺ ഫിക്സേഷനൊക്കെ വേണ്ടിയിട്ടുള്ള എൻസൈംസ് പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മൾ ഇനി ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു റഫ് ഫിഗർ വരക്കുകയാണെങ്കിൽ ഏറ്റവും ഔട്ടർ ആയിട്ട് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ദെൻ ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഒരു ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്. ദെൻ ഇതിന്റെ ഉള്ളിലത്തെ സ്ട്രക്ചറിൽ ഇന്നർ മെംബ്രെയിന്റെ ഉള്ളിൽ വരുന്ന വേറൊരു മെംബ്രെയിൻ ആണ് തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. കോയിൻസ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ കാണാം. ഓക്കെ, കോയിൻസ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഇതുപോലത്തെ സ്ട്രക്ചർ കാണാം. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ വേറൊരു സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കോയിൻസ്, ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കോയിൻസിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാന ഓർ ഗ്രാനം എന്ന് പറയുന്നത്. ഇനി ഇതിലത്തെ ഓരോ കോയിനെയാണ് നമ്മൾ തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ഓരോ കോയിനെയാണ് നമ്മൾ തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ എന്ത് തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡിന്റെ മെംബ്രെയിനെയാണ് നമ്മൾ തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു സ്ട്രക്ചർ പറഞ്ഞിരുന്നു. ഇതുപോലെ ഇരിക്കുന്ന ഗ്രാനനെ കണക്ട് ചെയ്യുന്ന പോലെ ഒരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് സ്ട്രോമ. ഓക്കെ, ഈ സ്ട്രോമയിലാണ് കാർബൺ ഫിക്സ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള എൻസൈംസ് ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത്. തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് ലൈറ്റ് റിയാക്ഷനും നടക്കുന്നത്. ഇനി ഈ ഒരു തൈലക്കോയിഡ് റിയാക്ഷന്റെ എൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തൈലക്കോയിഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷന്റെ എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ATP ആൻഡ് NADPH പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ തൈലക്കോയിഡ് റിയാക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അവരൊരു എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇവർ ഹൈ എനർജി മോളിക്യൂൾസ് ആണ്. ദെൻ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോം ചെയ്തിട്ടുള്ള ഹൈ എനർജി മോളിക്യൂൾസിനെ യൂസ് ചെയ്തുകൊണ്ട് ഇവർ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിളിൽ പോയിട്ട് കാർബണെ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ കാർബണെ ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഇവർ കാർബോഹൈഡ്രേറ്റിനെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്തിട്ടുള്ള ATP ആൻഡ് NADPHനെ യൂസ് ചെയ്തുകൊണ്ട് ഇവർ ഡാർക്ക് റിയാക്ഷനിൽ പോയി കാർബൺ ഫിക്സേഷൻ ചെയ്യും. ദെൻ കാർബൺ ഫിക്സേഷൻ ചെയ്തിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിളിൽ കാർബോഹൈഡ്രേറ്റിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഡാർക്ക് കണ്ടീഷനിലാണ് നടക്കുന്നത് എന്നല്ല അതിന്റെ അർത്ഥം. ഇവർക്ക് ലൈറ്റിന്റെ പ്രസൻസ് ആവശ്യമില്ല, ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇവരൊരു റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഇവർ
ലൈറ്റിന്റെ പ്രസൻസിലും നടക്കാറുണ്ട്, ലൈറ്റ് ഇല്ലെങ്കിലും ഈ ഒരു റിയാക്ഷൻ കാൽവിൻ സൈക്കിൾ നടക്കും. അതുകൊണ്ടാണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിലെ ക്ലോറോഫിൽ എന്ന് പറയുന്ന ആ ഒരു പിഗ്മെന്റ് ആണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യണേ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് എനർജീനെ നമുക്ക് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. 2 ഫോട്ടോ സിസ്റ്റം ആണ് നമുക്കുള്ളത്, നമുക്കല്ല പ്ലാന്റ്സിനുള്ളത്. ഓക്കെ, അപ്പോൾ ആ 2 ഫോട്ടോ സിസ്റ്റം ആണ് ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ടുള്ള ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി അബ്സോർബ് ചെയ്തിട്ടുള്ള ലൈറ്റ് എനർജി ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ ആണ് ഇലക്ട്രോൺ ഡോണർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടറിലുള്ള ഇലക്ട്രോൺസിനൊക്കെ ഡൊണേറ്റ് ചെയ്ത് ഇവരെന്താവും, ഓക്സിഡൈസ്ഡ് ആയി ഇവർ ഓക്സിജനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്ന്, അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കാനായിട്ട് നമ്മൾ ETC ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു സെല്ലുലാർ റെസ്പിറേഷനിൽ. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്താനായിട്ടുള്ള കുറച്ച് ഇലക്ട്രോൺ ഡോണേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ വഴി ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്ന് അൾട്ടിമേറ്റ് ആയിട്ട് ഈ ഒരു ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത് എന്താ, അല്ലെങ്കിൽ ഈ ഒരു വാട്ടറിന്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NADPH പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് തൈലക്കോയിഡ് മെംബ്രെയിൻ അക്രോസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ATP സിന്തസിസും നടക്കുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ATPയും NADPHും യൂസ് ചെയ്തുകൊണ്ട് ഇവർ രണ്ടുപേരും എനർജി ആണെന്നറിയാം, ഹൈ എനർജി മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇവരിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് ഡാർക്ക് റിയാക്ഷനിലോട്ട് പോയി കാർബണെ ഫിക്സ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും അത് രണ്ടും കൂടി ചേർന്നതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ലൈറ്റ് റിയാക്ഷനിൽ തന്നെ എന്ത് നടക്കുന്നില്ല, ഈ ഫോട്ടോസിന്തസിസിന്റെ ഫുൾ സ്റ്റെപ്സും നടക്കുന്നില്ല. പകുതി റിയാക്ഷൻ ആണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത്, ബാക്കി പകുതി നടക്കുന്നത് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിളിലാണ്. ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ മോളിക്യൂളിന്റെ ഇലക്ട്രോൺ ഡോണറായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അവർ ഓക്സിഡൈസ്ഡ് ആയി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പുറത്താണെങ്കിലോ ഡാർക്ക് റിയാക്ഷനിലാണെങ്കിലോ ലൈറ്റ് റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹൈ എനർജി മോളിക്യൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഫിക്സ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ ഓക്സിജൻ ഉണ്ടാക്കിയപ്പോൾ ഡാർക്ക് റിയാക്ഷനിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫോട്ടോ സിസ്റ്റത്തിന്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇവർക്ക് 2 പാർട്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് റിയാക്ഷൻ സെന്റർ ആണ്. ഇവരുടെ സ്ട്രക്ചറിലെ 2 പാർട്സ് ആണ്. റിയാക്ഷൻ സെന്റർ ഉണ്ടാവും, അതുപോലെ തന്നെ ഇവർക്ക് ആക്സസറി പിഗ്മെന്റ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ സെന്ററിൽ ഉണ്ടാവുന്നത് ക്ലോറോഫിൽ A ആയിരിക്കും. അതായത് പ്രിൻസിപ്പൽ പിഗ്മെന്റ് അല്ലെങ്കിൽ പ്രൈമറി പിഗ്മെന്റ് എന്നൊക്കെ പറയുന്ന ക്ലോറോഫിൽ A ആണ് റിയാക്ഷൻ സെന്ററിൽ ഉണ്ടായിരിക്കുന്നത്. ആക്സസറി പിഗ്മെന്റ്സ് ആയിട്ട് ബാക്കി ക്ലോറോഫിൽ B ഉണ്ടാവും, അതുപോലെ സാന്തോഫിൽ, കാരോട്ടിനോയിഡ്സ്, ഇതുപോലുള്ള ആക്സസറി പിഗ്മെന്റ്സ് എല്ലാം തന്നെ ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫോട്ടോസിസ്റ്റം 2 ടൈപ്സ് ആണുള്ളത്, അതായത് PS1 ആൻഡ് PS2. ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2. ഇതിൽ PS1 അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് എനർജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 680 നാനോമീറ്ററിലുള്ള ലൈറ്റ് എനർജി ആണ് PS1 അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ 700 നാനോമീറ്റർ എന്ന് പറയും, ഗ്രേറ്റർ ദാൻ 680 എന്ന് വരുമ്പോൾ. ഇനി PS2 ആണെങ്കിൽ 680 നാനോമീറ്ററിൽ കുറവ് അല്ലെങ്കിൽ 680 വരെയുള്ള ലൈറ്റ് എനർജീനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. 680യേക്കാൾ കൂടുതലാണെങ്കിൽ PS1 ആണ് അത് അബ്സോർബ് ചെയ്യുന്നത്.
ഇനി ഈ PS1ന്റെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് PS1ന്റെ സ്ട്രക്ചറിലെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് PSA, PSB. ഇനി PS2ന്റെ ആണെങ്കിൽ D1 ആൻഡ് D2 ആണ് ഇവരുടെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു D1 സബ് യൂണിറ്റ് ഫോട്ടോ പ്രൊട്ടക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവരൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് ഏതെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഫോട്ടോ പ്രൊഡക്ട്സ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ ഇൻഹിബിഷൻ ചെയ്യാണ് D1 സബ് യൂണിറ്റ് ചെയ്യുന്നത്. ഈ ഒരു PS1 എന്ന് പറയുന്ന ഫോട്ടോ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ 680 നാനോമീറ്റർ അല്ലെങ്കിൽ 700 നാനോമീറ്റർ ആണെന്ന് പറഞ്ഞു. അതായത് ഫാർ റെഡ് ലൈറ്റിനെയാണ് ഇവര് അബ്സോർബ് ചെയ്യുന്നത്. ഇനി PS2 ആണെങ്കിൽ 680 നാനോമീറ്റർ അല്ലെങ്കിൽ അതിൽ കുറവുള്ള ലെസ് ദാൻ 680 നാനോമീറ്റർ ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് റെഡ് ലൈറ്റ് ആണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ വരുന്നത് റെഡ് ലൈറ്റ് ആണ്. PS1 ആണെങ്കിൽ ഫാർ റെഡ് ലൈറ്റിനാണ് അബ്സോർബ് ചെയ്യുന്നത്. PS2 ആണെങ്കിൽ റെഡ് ലൈറ്റിനാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഈ ഒരു PS1ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു സ്ട്രോങ് ആയിട്ടുള്ള റിഡക്റ്റന്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിഡക്റ്റന്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു റിഡക്റ്റന്റിന്റെ ഫോർമേഷന്റെ ഭാഗമായിട്ട് ഇവർക്ക് NADP+നെ NADPH ആക്കി മാറ്റാനായിട്ട് കഴിയും. ഇനി PS2 ആണെങ്കിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ഓക്സിഡന്റിനെയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റിഡക്റ്റന്റും ഓക്സിഡന്റും ഒക്കെ ഫോം ചെയ്യുന്നത്. ദെൻ ഈ ഒരു PS2 സ്ട്രോങ് ഓക്സിഡന്റിനെ ഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് വാട്ടറിനെ ഓക്സിഡൈസ് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്യും. ഇനി നമ്മൾ ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ ആക്സസറി പിഗ്മെന്റ്സ്, ആന്റിന പിഗ്മെന്റ്സിന്റെ ഒക്കെ സ്ട്രക്ചർ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ക്ലോറോഫിൽ A ആണ് പ്രൈമറി പിഗ്മെന്റ് എന്ന് പറയുന്നത്, ബാക്കിയുള്ളവരെല്ലാം ആക്സസറി പിഗ്മെന്റ് ആണ്. അപ്പോൾ ക്ലോറോഫിൽ എയുടെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ പോർഫൈറിൻ സ്ട്രക്ചർ ആണ് ക്ലോറോഫിൽ എക്കുള്ളത്. അവർക്ക് 4 പൈറോൾ റിങ്സ് ഉണ്ട്, ABCD എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ അത് കൂടാതെ ഒരു എക്സ്ട്രാ റിങ്ങും കൂടി ഉണ്ട്, ഈ റിങ് എന്ന് പറയുന്നത്. ദെൻ അതിലത്തെ ഓരോ പൈറോൾ റിങ്ങും ഓരോ ഗ്രൂപ്പ്സിനായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അതിൽ ഒരു പൈറോൾ റിങ് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. ദെൻ 2 പൈറോൾ റിങ്സ് കാർബണായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ ഒരു പൈറോൾ റിങ് പ്രൊപ്യോണിക് ആസിഡായിട്ട് ലിങ്ക് ചെയ്ത് ആ ഒരു പ്രൊപ്യോണിക് ആസിഡ് വീണ്ടും ഫൈറ്റോൾ ചെയിൻ 20 കാർബൺ ഉള്ള ഒരു ഫൈറ്റോൾ ചെയിൻ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ക്ലോറോഫിൽ A ആണ് പ്രിൻസിപ്പൽ പിഗ്മെന്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ B ആക്സസറി പിഗ്മെന്റ് ആണ്. കൂടാതെ കാരോട്ടിനോയിഡ്, സാന്തോഫിൽ ഒക്കെ തന്നെ ആക്സസറി പിഗ്മെന്റ്സ് ആണ്. അപ്പോൾ ക്ലോറോഫിൽ Aയും ക്ലോറോഫിൽ Bയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ Aയുടെ B റിങ്ങിൽ CH3 ഗ്രൂപ്പാണ് ഉള്ളത്. അതുപോലെ തന്നെ ക്ലോറോഫിൽ Bയുടെ B റിങ്ങിൽ CHO ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ മീഥൈൽ ഗ്രൂപ്പിന്റെ ഒക്കെ ഡിഫറൻസ് കൊണ്ടാണ് ക്ലോറോഫിൽ AB എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറോഫിൽ B ഒരു ആക്സസറി പിഗ്മെന്റ് ആണ്. അതുകൂടാതെ വരുന്ന ആക്സസറി പിഗ്മെന്റ്സ് ആണ് കാരോട്ടിനോയിഡ്സും സാന്തോഫിൽസും. അതിൽ കാരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത് ലീനിയർ പോളിയീൻസ് ആണ്. അവർ ആന്റിന പിഗ്മെന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ പ്രൊട്ടക്റ്റീവ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി സാന്തോഫിൽ ആണെങ്കിൽ സാന്തോഫിൽസിന് ലീനിയർ ടെട്രാപൈറോൾ സ്ട്രക്ചർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ പൈറോൾ റിംഗ് ആയിരുന്നു, അതിന് പകരം ഇവിടെ ലീനിയർ ടെട്രാപൈറോൾ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഫോട്ടോസിന്തസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാതും കൂടി ഈ ഒരു സിംഗിൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാമെന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക്